കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തശ്ശി കഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും അങ്ങനെ വിവിധ തരത്തിലുള്ള കഥകൾ ഈ പരിപാടിയിലൂടെ ഇതിനകം ശ്രോതാക്കൾ കേട്ട് കഴിഞ്ഞു. ഇനിയും ഇത്തരത്തിലുള്ള അനേകം കഥകൾ പറയാനുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ളൊരു കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ജാതക കഥകളിൽ നിന്ന് എടുത്തതാണ്. ബോധിസത്വൻ്റെ കഥകൾ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ബോധിസത്വൻ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ കേട്ടുകൊള്ളുക. ഒരിക്കൽ ബോധിസത്വൻ വാരണാസിയിലെ രാജാവ് ബ്രഹ്മദത്തൻ്റെ മകനായി ജനിച്ചു. അച്ഛനിൽ നിന്ന് ഭരണകാര്യങ്ങൾ പഠിച്ച അദ്ദേഹം സമർത്ഥനായ രാജാവായി മാറി. വാരണാസി ഐശ്വര്യവും സമ്പത്തും കൊണ്ട് നിറഞ്ഞു. രാജ്യത്ത് രോഗികളും അക്രമികളും ഇല്ലാതായി. എവിടെയും സന്തോഷം നിറഞ്ഞു നിന്നു. എങ്കിലും ബോധിസത്വന് തൃപ്തി വന്നില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് പരിഹരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. എൻ്റെ ഭരണത്തിൻ്റെ കുറവുകൾ എന്തൊക്കെയാണ് പറയൂ? ബോധിസത്വൻ രാജഗുരുവിനോടും മന്ത്രിമാരോടും കൊട്ടാരം ജീവനക്കാരോടുമൊക്കെ തിരക്കി. അങ്ങയുടെ ഭരണത്തിൽ എല്ലാവരും സംതൃപ്തരാണ്, ഒരു കുറവുമില്ല, എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ബോധിസത്വന് മതിയായില്ല. അദ്ദേഹത്തിന് ഒട്ടും തൃപ്തിയായില്ല ആ ഉത്തരത്തിൽ നിന്ന്. അദ്ദേഹം ജനങ്ങളോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ തീരുമാനിച്ചു. ബോധിസത്വൻ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് സാധാരണക്കാരായ പ്രജകളോട് തൻ്റെ ഭരണത്തെക്കുറിച്ചുള്ള അഭിപ്രായം തിരക്കി. നല്ല ഭരണമാണ്, പട്ടിണിയില്ല, രോഗമില്ല, ശിശുമരണമില്ല, അക്രമമില്ല, എല്ലാവർക്കും തൊഴിലുണ്ട്, വിളകൾക്ക് നല്ല വില കിട്ടുന്നുണ്ട്, എല്ലാവരും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയുമാണ് ജീവിക്കുന്നത്. ജനങ്ങളെല്ലാവരും ഇങ്ങനെയാണ് പറഞ്ഞത്. ഇത്രയും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ബോധിസത്വന് മറ്റൊരു ചിന്തയുണ്ടായി. തൻ്റെ രാജ്യവും അയൽരാജ്യവുമായ കോസല രാജ്യവും തമ്മിലുള്ള വ്യത്യാസം അറിയണം. തൻ്റെ രാജ്യത്തില്ലാത്ത നല്ല സമ്പ്രദായങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അത് തൻ്റെ രാജ്യത്ത് നടപ്പിലാക്കാമല്ലോ. ബോധിസത്വൻ കോസല രാജ്യത്തേക്ക് യാത്ര തിരിച്ചു. നഗരങ്ങളും ഗ്രാമങ്ങളും കടന്ന് കോസലത്തിലേക്കുള്ള ഒരു ഇടുങ്ങിയ പാതയിൽ എത്തിച്ചേർന്നു. ഒരാൾക്ക് കഷ്ടിച്ച് നടക്കാവുന്ന വീതി മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. ബോധിസത്വൻ അതിലൂടെ നടക്കാൻ തന്നെ തീരുമാനിച്ചു. ബോധിസത്വൻ കുറച്ച് ദൂരം അതിലൂടെ നടന്നപ്പോൾ എതിരെ ഒരാൾ വരുന്നത് കണ്ടു. കോസല രാജ്യത്തെ രാജാവായിരുന്നു അത്. അദ്ദേഹം ബോധിസത്വനെ പോലെ തൻ്റെ ഭരണത്തെക്കുറിച്ചുള്ള അഭിപ്രായം അറിയാൻ ഇറങ്ങിത്തിരിച്ചതായിരുന്നു. വാരണാസിയിലെ പ്രത്യേകതകൾ കണ്ടെത്താൻ പുറപ്പെട്ടതായിരുന്നു കോസല രാജാവ്. ഇടുങ്ങിയ പാതയിൽ കോസല രാജാവും ബോധിസത്വനും മുഖാമുഖം നിന്നു. ഒരാൾ പിറകിലേക്ക് പോയാൽ മാത്രമേ മറ്റേയാൾക്ക് മുന്നോട്ട് നടക്കാൻ കഴിയൂ. പക്ഷേ ആര് ആദ്യം പിറകിലേക്ക് പോകും? നമ്മിൽ പ്രായം കുറഞ്ഞയാൾ പിന്തിരിഞ്ഞു നടക്കട്ടെ. ഒടുവിൽ അവർ ഒരു തീരുമാനത്തിലെത്തി. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ രണ്ടു പേർക്കും ഒരേ പ്രായം. ജാതിയുടെയും കുലമഹിമയുടെയും കാര്യത്തിൽ അവർ തുല്യരായിരുന്നു. പിന്നെ എന്താണൊരു വഴി? നന്മയിൽ മുന്നിൽ നിൽക്കുന്ന ആൾ മറ്റേ ആൾക്ക് വഴിമാറിക്കൊടുക്കട്ടെ, കോസല രാജാവ് പറഞ്ഞു. അത് ഉചിതമായ തീരുമാനമാണ്, ബോധിസത്വൻ പറഞ്ഞു. ഞാൻ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുന്നു. ഞാൻ എന്നോട് തിന്മ ചെയ്യുന്നവനോട് നന്മ ചെയ്യുന്നു, ബോധിസത്വൻ പറഞ്ഞു. കോസല രാജാവ് ഇത് കേട്ടപ്പോൾ തൊഴുതുകൊണ്ട് പറഞ്ഞു, അങ്ങാണ് എന്നേക്കാൾ നന്മയുള്ളവൻ. ഞാൻ പിൻവാങ്ങുന്നു, അങ്ങ് മുന്നോട്ട് നടന്നാലും. കോസല രാജാവ് ആദരവോടെ പിന്നിലേക്ക് നടന്നു. ബോധിസത്വൻ അദ്ദേഹത്തെ തൊഴുതിട്ട് മുന്നോട്ടേക്കുള്ള തൻ്റെ യാത്ര തുടർന്നു. ഇത്രയുമാണ്
കഥ. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത്തിമരവും തത്തയും എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ബോധിസത്വൻ്റെ കഥയാണ്. ബുദ്ധ ഭഗവാന്റെ അല്ലേ പല ജന്മങ്ങളിലൊന്നാണ് ബോധിസത്വൻ. അപ്പോൾ ബോധിസത്വൻ പല പേരിൽ പല സ്ഥലത്ത് ജന്മമെടുക്കുകയാണ്. അതിനെപ്പറ്റിയുള്ളൊരു കഥയാണത്. എനിക്ക് തോന്നുന്നത് എല്ലാ ഭരണകർത്താക്കളും അറിയേണ്ട ഒരു കഥയാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കഥയാണെന്ന് എനിക്ക് തോന്നി ഇത് വായിച്ചപ്പോൾ. വേറൊന്നുമല്ല, എല്ലാ ഭരണകർത്താക്കളും ബോധിസത്വനെ കണക്കായിരുന്നെങ്കിൽ ഇവിടെ മികച്ചതായിരുന്നു അല്ലേ. ഒരു രാജാവ് തൻ്റെ രാജ്യത്തെ രാജഗുരുവിനോടും മന്ത്രിമാരോടും കൊട്ടാരം ജീവനക്കാരോടുമൊക്കെ തിരക്കുകയാണ്, എൻ്റെ ഭരണത്തിൻ്റെ കുറവുകൾ എന്തൊക്കെയാണ്, പറയൂ, നമുക്കത് മാറ്റിയെടുക്കണം, അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവുകൾ നികത്തണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അന്വേഷിക്കുകയാണ്. അവരാരും കുറവില്ലെന്ന് പറഞ്ഞു. പിന്നെ ജനങ്ങളോടായി അന്വേഷണം. അപ്പോൾ അവിടെ എല്ലാം ക്ഷേമമാണ്, ക്ഷേമപ്രവർത്തനങ്ങൾ നടക്കുന്നു, ജനങ്ങളെല്ലാം സന്തുഷ്ടരാണ്. സത്യം പറഞ്ഞാൽ ഇതല്ലേ അല്ലേ എല്ലാ ഭരണകർത്താക്കളും ചെയ്യേണ്ടത്, ചോദിക്കുക. നമുക്കിവിടെ പലപ്പോഴും അങ്ങനെ നമ്മളോട് ചോദിച്ചാരും വരുന്നില്ല അല്ലേ. ഭരിക്കുന്ന ഒരു സർക്കാരും ഒരിക്കലും ഭരണത്തിന് അവസാനം ജനങ്ങളോടൊക്കെ ഒന്നും ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് ഞങ്ങളുടെ ഭരണത്തിൽ സന്തുഷ്ടരായിരുന്നോ, നിങ്ങൾ എങ്ങനെയാ സന്തോഷവാന്മാരായിരുന്നോ, എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടോ, അത് നികത്താം. ഇങ്ങനൊരു പ്രക്രിയ പലപ്പോഴും നടക്കാതെ പോകുന്നതുകൊണ്ടാണ് അവരൊരു മൂഢസ്വർഗത്തിൽ ജീവിക്കുന്നത് അല്ലേ. എന്താ കുഴപ്പങ്ങൾ, എന്താ പോരായ്മ എന്നൊന്നും പലപ്പോഴും അറിയാറില്ല എന്നുള്ളതാണ് സത്യം. അതിന് മാധ്യമങ്ങളൊക്കെ ഉണ്ട് റിപ്പോർട്ട് ചെയ്യാനും, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ജനപ്രതിനിധികൾ ഉണ്ട് ഇതൊക്കെ പറയാനും. എല്ലാം ശരിയാണ്. പക്ഷേ ഓരോ ഭരണകർത്താവും ജനങ്ങളോട് അല്ലേ നിനക്ക് വേഷം മാറിയൊക്കെ ഇറങ്ങി ജനങ്ങളിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നല്ലതായിരുന്നെന്ന് ഈ കഥ വായിച്ചപ്പോൾ എനിക്കങ്ങനെ തോന്നിയത്, പെട്ടെന്ന് തോന്നിപ്പോയതാണ്. അതിനകത്ത് ജനങ്ങളൊക്കെ പറയുകയാണ്, നല്ല ഭരണമാണ്, പട്ടിണിയില്ല, രോഗമില്ല, ശിശുമരണമില്ല, അക്രമമില്ല, എല്ലാവർക്കും തൊഴിലുണ്ട്, വിളകൾക്കൊക്കെ നല്ല വില കിട്ടുന്നുണ്ട്, എല്ലാവരും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയുമാണ് ജീവിക്കുന്നത്, എല്ലാം ജനങ്ങൾ പറയുകയാണ്. അപ്പോൾ ഈ രാജാവ് ചെയ്യുന്നത് നമ്മളിൽ അമ്പരപ്പ് ഉളവാക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? മറ്റു രാജ്യത്ത് ഇനി ഇതിനെക്കാട്ടിയും മേന്മയോടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അവിടെ അങ്ങനെ മേന്മയോടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും അറിഞ്ഞാൽ കൊള്ളാമല്ലോ എന്നും പറഞ്ഞ് അടുത്ത അല്ലെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യത്തോട്ട് പോവുകയാണ്. അവിടെ നല്ല നല്ല പ്രവർത്തനങ്ങൾ, നല്ല സമ്പ്രദായങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ, അല്ലെ നമ്മുടെ രാജ്യത്ത് ഇല്ലാത്ത സമ്പ്രദായം മറ്റു രാജ്യത്തുണ്ടെങ്കിൽ ആ സമ്പ്രദായം കൊണ്ട് ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ അത് പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം അല്ലേ ആ രാജാവിനുണ്ടാവുകയാണ്. അതൊരു നല്ലൊരു ആഗ്രഹമല്ലേ, നല്ലൊരു രീതിയാണ്. അപ്പോൾ നമ്മുടെ ഭരണകർത്താക്കളെല്ലാം അനുകരിക്കേണ്ട ഒരു രീതിയാണ് അല്ലേ. എന്താണ് മറ്റ് രാജ്യങ്ങളിൽ മികച്ച സമ്പ്രദായങ്ങളും രീതികളും ഭരണ നൈപുണ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പഠിക്കുക തന്നെ വേണം. അത്തരത്തിലുള്ളൊരു കാര്യമാണ് ഈ കഥയിൽ ഉന്നയിക്കപ്പെടുന്നത് അല്ലേ. അപ്പുറത്തെ രാജ്യത്ത് പോവുകയാണ്, അവിടെ എങ്ങനെയാണ് ക്ഷേമപ്രവർത്തനങ്ങൾ, അവിടെ ഇതിനെക്കാട്ടി മികച്ചതാണോ, അതെല്ലാ ഭരണകർത്താക്കളും ചെയ്യേണ്ട കാര്യമാണല്ലേ. മറ്റ് രാജ്യങ്ങളിൽ പോയി ഒന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന അവിടുത്തെ രീതികൾ അത് കുറച്ചും കൂടെ മികവാർന്നതാണെങ്കിൽ അത് ഇവിടെ അനുകരിക്കാമല്ലോ. അപ്പോൾ ഇവിടെ ജനം പറയുകയാണ്, നല്ല ഭരണമാണ്, പട്ടിണിയില്ല, രോഗമില്ല, ശിശുമരണമില്ല. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വായിച്ചപ്പോൾ എനിക്ക് അറിയാതെ എൻ്റെ ഉള്ളിൽ ചിരി മുട്ടി. നമ്മുടെ ഭരണകർത്താക്കൾ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരുകളെക്കുറിച്ചൊക്കെ ഇങ്ങനെയൊക്കെ ഒരു അഭിപ്രായം പറയാൻ സാധിക്കുമോ എന്നുള്ളൊരു പെട്ടെന്നൊരു ചിരി എൻ്റെ ഉള്ളിൽ മുട്ടി. പട്ടിണിയില്ല, അങ്ങനെ പറയാൻ പറ്റുമോ? രോഗമില്ല, അതും നമുക്ക് പറയാൻ പറ്റില്ല. ശിശുമരണമില്ല, അതും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഉണ്ടോ? ഇല്ല. അക്രമമില്ല, അതും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവർക്കും തൊഴിലുണ്ട്, അതും നമുക്ക് പറയാൻ പറ്റില്ല. വിളകൾക്ക് നല്ല വില കിട്ടുന്നുണ്ട്, കർഷകരുടെ കാര്യം അത്രയ്ക്ക് തൃപ്തികരമാണോ? അവരും പോരാട്ടത്തിലാണ് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചില ചോദ്യങ്ങൾക്ക് അല്ലേ, നമ്മളിപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നമ്മളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഉത്തരം നൽകാൻ സാധിക്കില്ല, അല്ലെന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയൊക്കെ അല്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കാം. അപ്പോൾ ബോധിസത്വൻ്റെ ഈ കഥ എനിക്കൊന്ന് ഭരണകർത്താക്കൾക്ക് ഒരു വലിയൊരു പാഠമാണെന്ന് കൂടി പറയാം. എങ്ങനെയാണ് അല്ലേ ക്ഷേമം
തൽപരനായ ഒരു രാജാവോ അല്ലെങ്കിൽ ഭരണകർത്താവോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെയുള്ളൊരു സൂചന ഈ കഥയിലുണ്ട്. ഇതിനകത്ത് പറയുന്നുണ്ട് രോഗമില്ല എന്നൊക്കെ പറയുമ്പോൾ അല്ലേ, നമ്മളിന്ന് പല പല രോഗത്തിൻ്റെയൊക്കെ അല്ലെ, ക്യാൻസർ ആയാലും മറ്റ് അസുഖങ്ങൾ, എല്ലാ അസുഖങ്ങളുടെ പേരും ഞാൻ പറയുന്നില്ല. ഇന്ന് വലിയൊരു പ്രശ്നമാണില്ലേ, നമ്മുടെ അവയവങ്ങൾക്ക് നാശം സംഭവിക്കുന്നു. പലപ്പോഴും നമ്മുടെ ആഹാര രീതി കൊണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് കിഡ്നി ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നു, അല്ലേ, ലിവർ ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നു. അങ്ങനെയും അല്ലേ അസുഖങ്ങൾ. അന്ന് പഴയ കാലത്തൊന്നും അത്രയൊന്നും ഇങ്ങനെയുള്ള അല്ലേ അവയവങ്ങളുടെ ഒരു പ്രശ്നങ്ങളൊന്നും അക്കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെയാണ് അല്ലേ നമ്മുടെ കൊച്ചു സംസ്ഥാനമായ കേരളം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിലാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം മാതൃകയാണ്. പക്ഷേ ഇത് പറയുമ്പോഴാണ് ഈ അവയവദാനത്തിൽ കേരളം ഏറെ പിന്നിലാണ്. അങ്ങനെ ഒരു വസ്തുത കൂടിയുണ്ട്. അത് കൂടുതൽ നമ്മുടെ ഒരു മനസ്ഥിതിയുടെ പ്രശ്നമാണ്. ആരോഗ്യമേഖലയിൽ ലോകത്തിന് മാതൃകയാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഈ മരണാനന്തര അവയവദാനത്തിലേറെ പിന്നിലാണ്. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ 13ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്. ആരോഗ്യ മികവിൽ കേരളത്തെക്കാൾ ഏറെ പിന്നിലുള്ള രാജസ്ഥാനാണ് ഇതിൽ 1ാം സ്ഥാനത്ത്. 12 വർഷത്തിനിടെ സംസ്ഥാനത്ത് അവയവത്തിന് കാത്തിരുന്ന 1800-ലേറെ പേർ മരിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 1800-ലേറെ പേർ മരിക്കുകയാണ് അല്ലേ, അവയവത്തിന് വേണ്ടി കാത്തിരുന്ന് മരിക്കുകയാണ്. അവർക്ക് ആ അവയവം കിട്ടിയിരുന്നെങ്കിൽ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേനെ. കേന്ദ്ര സർക്കാരിൻ്റെ മാറ്റിവെക്കൽ നിയമത്തിന് കീഴിൽ 2014 മനുഷ്യാവയവങ്ങളും ടിഷ്യൂകളും മാറ്റിവെക്കൽ നിയമത്തിലെ ചട്ടം 31 പ്രകാരം കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ സോട്ടോ ആണ് സംസ്ഥാനത്ത് അവയവദാന പ്രവർത്തനം നടത്തുന്നത്. റോഡ് അപകടം, തലച്ചോറിലെ രക്തസ്രാവം എന്നിവ കാരണം ഈ മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങളാണ് പ്രധാനമായി ഈ മറ്റുള്ളവർക്കായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ ഈ അവയവങ്ങളാണ് പ്രധാനമായി ഇങ്ങനെ ആവശ്യമുള്ളവർക്കായി, അതായത് പ്രധാനമായും മറ്റുള്ളവർക്കായി ഉപയോഗിക്കുന്നത്. അതായത് ഇത്തരം രോഗികൾക്ക്, അവയവങ്ങൾക്ക് നാശം സംഭവിച്ച രോഗികൾക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്താണ് കാരണമെന്ന് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് തെറ്റായ പ്രചാരണങ്ങളാണ് ആളുകളെ അവയവദാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ആവശ്യക്കാരുടെ എണ്ണം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വൃക്കയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, കരളിന് കാത്തിരിക്കുന്നവർ, ഹൃദയത്തിന് കാത്തിരിക്കുന്നവർ, പാൻക്രിയാസിന് കാത്തിരിക്കുന്നവർ, കോർണിയയ്ക്ക് കാത്തിരിക്കുന്നവർ, ശ്വാസകോശത്തിന് കാത്തിരിക്കുന്നവർ, ഇഷ്ടംപോലെ പേർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇത്തരത്തിൽ മരണാനന്തരം ദാനം ചെയ്യുന്നവരായാലും മറ്റുമൊക്കെ അങ്ങനെ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വളരെ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണാനന്തരം ദാനം ചെയ്തവർ 12 വർഷത്തിനിടെ 377 പേർ മാത്രമാണ്. ഓരോ വർഷവും എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2015 അത് 76 ആയിരുന്നു, 2016 അത് 72 ആയിരുന്നു, ഈ 2023 വന്നപ്പോൾ അത് 19 ഈ കഥ വായിച്ചപ്പോൾ ഈ കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാനിതൊന്ന് സൂചിപ്പിച്ചതാണ്. ജനമനസ്സുകൾ അറിയുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ അഭിലാഷം നിറവേറ്റുന്ന ഭരണകർത്താക്കളുണ്ടാകട്ടെ, ജനങ്ങളുടെ മനസ്സറിയുന്ന ജനനേതാക്കൾ, ഭരണകർത്താക്കൾ ഉണ്ടാവട്ടെ എന്നൊക്കെ ഞാൻ പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ്. നമുക്ക് നല്ല നേതാക്കൾ ഇല്ലെന്നല്ല അതിനർത്ഥം, നമുക്ക് നല്ല നേതാക്കളുണ്ട്. എല്ലാ നേതാക്കളും ഇത്തരം ചോദ്യങ്ങൾ അല്ലേ സ്വയം ചോദിക്കേണ്ടതാണ്, ചുറ്റുമുള്ളവരോട് ചോദിക്കേണ്ടതാണ് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ഭരണത്തിലിരിക്കുന്ന ഏത് രാജ്യത്തായാലും ഏത് സംസ്ഥാനത്തായാലും എവിടെയും ഇരിക്കുന്ന നേതാക്കൾ പല ആവർത്തി തന്നോടും തൻ്റെ ചുറ്റുമുള്ളവരോടും സമൂഹത്തോടും ഒക്കെ ചോദിക്കേണ്ട ചോദ്യമാണ്. നിങ്ങൾ സന്തോഷവാന്മാരും സന്തോഷവതികളുമാണോ, നിങ്ങൾ ഇതിൽ തൃപ്തരാണോ ഭരണത്തിൽ എന്നൊക്കെ അല്ലേ എത്രയോ ആവർത്തി ചോദിക്കേണ്ട ഒരു ചോദ്യമാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു കഥയും പുതിയ കുറച്ച് വർത്തമാനവും ഒക്കെ ആയിട്ട് വീണ്ടും കേട്ടുമുട്ടാം. ഇത്ര നേരം എന്നോടൊപ്പം സമയം ചിലവിട്ടതിന് നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.